എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ കറന്റ് അഫയേഴ്സിലേക്ക് സ്വാഗതം. പരീക്ഷയ്ക്ക് ഉറപ്പായും വരാൻ പോകുന്ന കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്ക് വേഗത്തിൽ നോക്കിയാലോ? ശ്രദ്ധിച്ചു കേഴണേ, ഈ വരുന്ന വെറും 5 മിനിറ്റ് കൊണ്ട് നിങ്ങളുടെ പരീക്ഷാ പേപ്പറിൽ വരാൻ പോകുന്ന 5-ൽ കൂടുതൽ മാർക്കാണ് നമ്മൾ ഉറപ്പിക്കാൻ പോകുന്നത്. ഞാൻ പറയുന്ന ഓരോ പോയിന്റും ഒരു ചോദ്യമാണെന്ന് മനസ്സിൽ വെച്ചോണം. അപ്പോൾ റെഡിയല്ലേ? നമുക്ക് തുടങ്ങിയാലോ? ഓക്കെ, അപ്പം നമുക്ക് തുടങ്ങാം. നമ്മുടെ ആദ്യത്തെ സെക്ഷൻ ശ്രദ്ധാകേന്ദ്രം കേരളം. പ്രത്യേകിച്ച് കേരള PSC പരീക്ഷ എഴുതുന്നവർക്ക് ഈ ഭാഗത്തുനിന്ന് ഒരു മാർക്ക് പോലും മിസ് ചെയ്യാൻ പറ്റില്ല കേട്ടോ. ശ്രദ്ധിച്ചോളൂ, കേരള ബജറ്റ് സമ്മേളനം തുടങ്ങുകയാണ്. ഇതിലെ ഓരോന്നും ഓരോ ചോദ്യമാണ്. നോക്കിക്കേ, എത്രാമത്തെ നിയമസഭയാണ്? 15ാം കേരള നിയമസഭ. സമ്മേളനമോ? 16ാം സമ്മേളനം. പിന്നെ നമ്മുടെ ധനമന്ത്രി ആരാ? KN ബാലഗോപാൽ. ഈ 3 കാര്യങ്ങളും കൃത്യമായിട്ട് ഓർത്തുവെക്കണം. അടുത്തതൊരു പുരസ്കാരമാണ്. ഇത് ഈയിടെ പത്രങ്ങളിലൊക്കെ വന്നൊരു വാർത്തയാണ്. ചിലർക്ക് ഓർമ്മയുണ്ടാവും. 2026 P പരമേശ്വരൻ പുരസ്കാരം നേടിയത് ആരാണ്? ഒന്ന് ഓർത്തു നോക്കിക്കേ. ഭാരതീയ വിചാരകേന്ദ്രം കൊടുക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു അവാർഡാണില്ല. അപ്പോ ഉത്തരമിതാണ്: പ്രമുഖ എഴുത്തുകാരനായ C രാധാകൃഷ്ണൻ. ഇനി ഇത് പരീക്ഷാ ഹാളിൽ വെച്ച് മറന്നുപോകാതിരിക്കാൻ സാറിന്റെ ഒരു ചെറിയ ട്രിക്ക് പറഞ്ഞുതരാം. ശ്രദ്ധിച്ചു കേട്ടോണേ. പുരസ്കാരം P പരമേശ്വരൻ പുരസ്കാരമല്ലേ? അതായത് പരമേശ്വരൻ ശിവൻ. ഈ അവാർഡ് കൊടുത്തതാർക്കാ? C രാധാകൃഷ്ണന്, അതായത് കൃഷ്ണന്. അപ്പോൾ പരമേശ്വരൻ കൃഷ്ണൻ അവാർഡ് കൊടുത്തു എന്ന് ഓർത്താൽ മതി. എളുപ്പമല്ലേ? ഈ 2 ദൈവങ്ങളുടെ പേരുകൾ ഓർത്താൽ മതി. പരീക്ഷയ്ക്കിത് ഓർമ്മ വരും, 100% ഉറപ്പാണ്. ഇപ്പം എല്ലായിടത്തും AI, അതായത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഒരു തരംഗമാണല്ലോ. അപ്പോൾ സ്വാഭാവികമായും പരീക്ഷയ്ക്കും ചോദ്യം വരും. എന്താണ് ഈ AI സ്മാർട്ട് സ്കൂൾ എന്ന് കേട്ടാൽ പേടിക്കാനൊന്നുമില്ല. സംഭവം സിമ്പിളാണ്. ഓരോ കുട്ടിക്കും പഠിക്കാനുള്ള കഴിവ് ഓരോ പോലെയല്ലേ. അപ്പോൾ ഓരോ കുട്ടിക്കും പ്രത്യേകം ശ്രദ്ധ കൊടുക്കാനും അവർക്ക് വേണ്ട രീതിയിൽ പഠിപ്പിക്കാനും അതുപോലെ ടീച്ചർമാരുടെ ജോലി കുറച്ചുകൂടി എളുപ്പമാക്കാനും AI ഉപയോഗിക്കുന്ന സ്കൂളുകൾ. അത്രയുള്ളൂ സംഭവം. അപ്പോൾ പരീക്ഷയ്ക്ക് വരാൻ പോകുന്ന ചോദ്യം ഇതാണ്: കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ AI സ്മാർട്ട് സ്കൂള് എവിടെയാണ്? ഉത്തരം മറന്നേക്കരുത്, നമ്മുടെ സ്വന്തം കോഴിക്കോട്. ഇത് പ്രത്യേകം നോട്ട് ചെയ്തോളൂ. കേരളത്തിൽ ആദ്യത്തേത് എന്ന് കാണുന്ന എന്ത് ചോദ്യവും PSCയുടെ ഒരു സ്ഥിരമൈറ്റാണ്, ഉറപ്പായും ചോദിക്കും. ഓക്കെ, അടുത്ത പോയിന്റ് കാർഷിക ഉന്നതിമേള. ഇതിൽ നിന്ന് പരീക്ഷയ്ക്ക് വരാൻ ഏറ്റവും സാധ്യതയുള്ള ചോദ്യം ഇതാണ്: ഇതിന്റെ വേദി എവിടെയായിരുന്നു? ഉത്തരം ഓർത്തു വെച്ചോളൂ, പാലക്കാട്. ചിലപ്പോൾ ചേരുംപടി ചേർക്കുക അഥവാ മാച്ച് ദ ഫോളോയിങ് ടൈപ്പ് ചോദ്യങ്ങളിലൊക്കെ ഇത് കേറി വരാം. ശരി, അപ്പോൾ കേരളത്തിലെ കാര്യങ്ങൾ നമ്മൾ നോക്കി. ഇനി നമുക്ക് നേരെ ഇന്ത്യയിലേക്ക് കടക്കാം. ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ കേരള PSCക്ക് മാത്രമല്ല, UPSC പോലുള്ള ദേശീയ തലത്തിലുള്ള പരീക്ഷകൾക്കും ഒരുപോലെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ശ്രദ്ധിച്ചിരിക്കുക. ഇന്ന് ജനുവരി 28. ഈ ദിവസത്തിന് ഒരു ചരിത്രപരമായ പ്രാധാന്യമുണ്ട്. എന്താണെന്നറിയാമോ? നമ്മുടെ രാജ്യത്തിന്റെ പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതിയുടെ 76ാം സ്ഥാപക ദിനമാണെന്ന്. 1950 ജനുവരി 28-നാണ് സുപ്രീം കോടതി ഉദ്ഘാടനം ചെയ്തത്. ഈ തീയതിയും വർഷവും പ്രത്യേകിച്ച് ഭരണഘടന പഠിക്കുമ്പോൾ വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. അടുത്തത് ഒരു കാരണവശാലും നിങ്ങൾ മറക്കാൻ പാടില്ലാത്തൊരു പേരാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന സമാധാനകാല സൈനിക ബഹുമതി. ഏതാണത്? അശോകചക്ര. 2026 ഈ ബഹുമതി ലഭിച്ചത് ഹവിൽദാർ വജീദ് അഹമ്മദിനാണ്. അദ്ദേഹത്തിന് മരണാനന്തര ബഹുമതിയായിട്ടാണ് ഇത് നൽകിയത്. അതായത് അദ്ദേഹം രാജ്യത്തിനു വേണ്ടി വീരമൃത്യു വരിച്ചതിനാണ് ഈ ആദരം. ഈ പേര് ഹവിൽദാർ വജീദ് അഹമ്മദ് മനസ്സിലങ്ങ് ഉറപ്പിച്ചോളൂ. ബംഗളൂരിൽ പോയിട്ടുള്ളവർക്ക് ഇതിൽ ഒരു അത്ഭുതവും തോന്നാൻ വഴിയില്ല, അല്ലേ? ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ട്രാഫിക് ബ്ലോക്കുള്ള നഗരമായിട്ട് വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടത് നമ്മുടെ ബംഗളൂരു തന്നെയാണ്. പക്ഷേ പരീക്ഷയ്ക്ക് നമ്മൾ ഓർക്കേണ്ട കാര്യം അതല്ല. ഈ റിപ്പോർട്ട് പുറത്തുവിട്ട ഏജൻസി ഏതാണെന്ന് ചോദിക്കാം. അത് ടോം ആണ്. ആ പേര് ഓർത്തുവയ്ക്കുക. ഇനി സൗന്ദര്യ മത്സരങ്ങളിൽ നിന്നുള്ളൊരു ചോദ്യം: 2026 ഫെമിന മിസ് ഇന്ത്യ പട്ടം നേടിയത് ആരാണ്? ഉത്തരം ശ്രേഷ്ഠ നായർ. പരീക്ഷയ്ക്ക് പേര് മാത്രം പഠിച്ചാൽ പോരാ, അവർ ഏത് സംസ്ഥാനത്തു നിന്നാണെന്ന് ചോദിക്കാം. അപ്പോൾ അതും കൂടി ഓർത്തുവയ്ക്കുക. തെലങ്കാന. ശ്രേഷ്ഠ നായർ, തെലങ്കാന. ഈ 2 കാര്യങ്ങളും മറക്കരുത്. ഓക്കെ, അപ്പോൾ നമ്മൾ കേരളം കവർ ചെയ്തു, ഇന്ത്യയും കവർ ചെയ്തു. ഇനി നമുക്ക് ലോകത്തേക്കൊന്ന് നോക്കാം. അന്താരാഷ്ട്ര തലത്തിലെ പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള ഒരു 3 പ്രധാനപ്പെട്ട വാർത്തകൾ. ഈ ലോകവാർത്തകളിൽ 3 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഒന്നാമത്തത്, കാനഡ അവരുടെ വിസ നിയമങ്ങൾ കുറച്ചുകൂടി കർശനമാക്കുന്നുണ്ട്. രണ്ടാമത്തത്, സ്പോർട്സിൽ നിന്ന് നമ്മുടെ ക്രിക്കറ്റിൽ ICC ഏകദിന റാങ്കിങ്ങിൽ 1-ാം സ്ഥാനത്ത് തുടരുന്നത് ശുഭ്മൻ ഗില്ലാണ്. ഇനി 3-ാമത്തെ പോയിന്റ്, ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് കേട്ടോ. ഇന്ന് ജനുവരി 28 ഞാൻ പറഞ്ഞല്ലോ. ഈ ദിവസത്തിൻ്റെ പ്രത്യേകത എന്താണ്? ഇത് ലോക ഡാറ്റ പ്രൈവസി ദിനമായിട്ടാണ് ആചരിക്കുന്നത്. ഈ തീയതി ജനുവരി 28
പ്രത്യേകം നോട്ട് ചെയ്തു വെക്കണം. ശരി, എല്ലാവരും ഒന്നിങ്ങോട്ട് ശ്രദ്ധിച്ചേ. നിങ്ങളുടെ OMR ഷീറ്റിൽ മാർക്ക് വീഴാൻ പോകുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഭാഗത്തേക്കാണ് നമ്മൾ കടക്കുന്നത്. ഇപ്പോൾ പഠിച്ച കാര്യങ്ങൾ നമുക്ക് ഒരുമിച്ച് ഒന്നുകൂടി വേഗത്തിൽ പറഞ്ഞു നോക്കാം. റെഡി? വേഗത്തിൽ പറഞ്ഞു പോവാം. സുപ്രീം കോടതിയുടെ എത്രാമത്തെ വാർഷികം? 76-ാം വാർഷികം. അശോകചക്ര ആർക്കാണ്? ഹവിൽദാർ വജീദ് അഹമ്മദ്. കേരളത്തിലെ ആദ്യത്തെ AI സ്കൂൾ എവിടെയാ? കോഴിക്കോട്. പി പരമേശ്വരന് പുരസ്കാരം നമ്മുടെ ട്രിക്ക് ഓർമ്മയില്ലേ? സി രാധാകൃഷ്ണൻ. മിസ് ഇന്ത്യ ആരാ? ശ്രേഷ്ഠ നായർ. ഏറ്റവും കൂടുതൽ ട്രാഫിക്കുള്ള നഗരം? ബംഗളൂരു. ഇത്രയും കാര്യങ്ങൾ ക്രിസ്റ്റൽ ക്ലിയർ അല്ലേ? ശരി, ഇനി നമുക്കൊരു ചെറിയ ടെസ്റ്റ് നടത്തിയാലോ? പഠിച്ചതൊക്കെ ഓർമ്മയുണ്ടോന്ന് നോക്കണ്ടേ? ഞാൻ ചോദ്യം ചോദിക്കും, നിങ്ങൾ മനസ്സിൽ ഉത്തരം പറയണം. റെഡിയല്ലേ? സ്വയം ചതിക്കരുത് കേട്ടോ. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം, ഇന്ത്യൻ സുപ്രീം കോടതി ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് ഏത് തീയതിയിലാണ്? ഉത്തരം കിട്ടിയോ? ജനുവരി 28, 1950. ഇത് ശരിയാക്കിയ എല്ലാവർക്കും എന്റെ വക ഒരു അഭിനന്ദനം. ഓക്കെ, അടുത്ത ചോദ്യം. 2026-ലെ അശോക ചക്ര പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ഉത്തരം ഹവിൽദാർ വജീദ് അഹമ്മദ്. മറന്നിട്ടില്ലല്ലോ. ഇനി അവസാനത്തെ ചോദ്യം, ഇത് നമ്മുടെ കേരളത്തിൽ നിന്നാണ്. കേരളത്തിലെ ആദ്യത്തെ AI സ്മാർട്ട് സ്കൂൾ എവിടെയാണ്? ഉത്തരം കോഴിക്കോട്. 3 ചോദ്യങ്ങൾക്കും ശരിയുത്തരം പറഞ്ഞവർക്ക് എന്റെ പ്രത്യേക അഭിനന്ദനങ്ങൾ. നോക്കൂ, ഈ വെറും 5 മിനിറ്റ് കൊണ്ട് നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഒരുപക്ഷേ നിങ്ങളുടെ റാങ്ക് ലിസ്റ്റിലെ സ്ഥാനം തന്നെ മാറ്റിമറിച്ചേക്കാം. അതുകൊണ്ട് ഓരോ ദിവസവും ഇങ്ങനെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പഠിച്ച് മുന്നോട്ടു പോവുക. വിജയം ഉറപ്പായും നിങ്ങളുടേതായിരിക്കും. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.